ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദി ലൂ മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വാ നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്തത്. ചൂടുവെള്ളം ചേർത്ത് നമുക്ക് കുഴക്കാനൊക്കെ നല്ല എളുപ്പമാവുമല്ലോ. ഇനി അതിനെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ബോൾസ് ആക്കി മാറ്റാം. ഇനി അതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായതിന് ശേഷം 2 സവാള അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കും. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ കറിയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ച ബീഫ് എടുത്ത് മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചിക്കനോ മുട്ടയോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഇനി അതിനെ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പം നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി. അങ്ങനെ നമ്മൾ ബോൾസ് ഇവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനോരോ ഗ്ലാസ് വെച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിലാക്കി വെക്കാം. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിത് അവിടെ ഫില്ലിങ്സൊക്കെ വെച്ചിന്. ഇനി അതിൻ്റെ മേലിലോട്ട് ഓരോ ഇതേപോലെ വെട്ടി വെച്ച പത്തിരിയില്ലേ അത് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. എനിക്കെങ്ങനെ പറയണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഞാൻ എല്ലാത്തിൻ്റെ മേലെയും വെച്ചിന്. ഇനി നമുക്കതിനെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ തന്നെ ഒട്ടി നിൽക്കും കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു ഡിസൈനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ഫോർക്ക് വെച്ച് ചുറ്റിലും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തണേ. അപ്പോൾ ചെറിയൊരു ഡിസൈനും കിട്ടും. അതവിടെ ശരിക്കങ്ങ് ഒട്ടി നിൽക്കുകയും ചെയ്യും. നമ്മൾ എണ്ണയിലിട്ട് പൊരിക്കുമ്പോൾ അത് പുറത്തേക്ക് ഫില്ലിങ്സ് പോരൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ട് ഇനി ഒന്നും കൂടെ കാണിക്കാം. ഞാനിവിടെ ഒരു പത്തിരി കൂടി ഇതേപോലെ പരത്തിയെടുത്തിന്. ഇനി ഗ്ലാസ് വെച്ചിട്ട് ഇതേപോലെ ചെറിയൊരു അടയാളം ഇട്ട് വെക്കുക. അതിനുള്ളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കുക. ഇനി മറ്റൊരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മേലെ വെക്കുക. എന്നിട്ട് നമുക്ക് ആ ഗ്ലാസ് വെച്ചിട്ട് ഓരോന്നും പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കിട്ടും ചെയ്യും. അത് അവിടെ തന്നെ ഒട്ടിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോർക്ക് വെച്ചിന് ഡിസൈൻ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനിവിടെ ഡിസൈൻ ഉണ്ടാക്കി എടുത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യട്ടെ. അതുപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിന്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. അതിനായി ഞാനൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിന്. ആവശ്യത്തിന് ഓയിലൊഴിച്ച് ചൂടായാൽ നമുക്ക് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരു ഭാഗം ആയാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആയാൽ മതി. 2 സൈഡും ഇതേപോലെ ആയാൽ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഇത് കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഫില്ലിങ്സും ഒക്കെ ഉള്ളിലുള്ളത് കൊണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ ബൈ.